ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷെയ്ൻസ് ക്രേസി ക്രേവിങ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മൾ ക്യാരറ്റും ബീട്രൂട്ടും കൊണ്ട് കൂട്ടിച്ചേർത്തുള്ള ഒരു അടിപൊളി തോരനാണ്. നമ്മൾ സാധാരണയായിട്ട് ഇത് രണ്ടും രണ്ടായിട്ടാണ് തോരൻ വയ്ക്കുന്നത്. ഇന്ന് ഞാനിവിടെ രണ്ടും ഒന്നിച്ചിട്ടാണ് തോരൻ വയ്ക്കുന്നത്. സാധാരണ തോരൻ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഗ്രേറ്റർ യൂസ് ചെയ്യാതെ നമ്മൾ കൈകൊണ്ട് തന്നെ അരിഞ്ഞെടുത്തതാണ്. ഒരുപാട് കുഞ്ഞായിട്ടല്ല, കുറച്ച് വലുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചു കൊടുത്തു. അതും ചൂടായതിനു ശേഷം കടുകും ജീരകം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു സവാള, ആവശ്യത്തിനുള്ള പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഒന്ന് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് വഴന്നു വന്നതിന് ശേഷം നമുക്ക് ഒരു അരക്കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കാണുന്ന അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഓൾ ബട്ടൺ കാണും, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ നിങ്ങൾക്ക് കിട്ടുമേ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും കൂടെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന തോരനുള്ളത് നമ്മൾ ബീട്രൂട്ടും ക്യാരറ്റും കൂടെ ഉള്ളത് അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടി ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ഒന്ന് ഉപ്പ് പിടിക്കാനായിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഞാനിത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ടും ക്യാരറ്റും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള തോരനാണ്. അപ്പോൾ സാധാരണ നമ്മൾ രണ്ടും രണ്ടായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലൊന്നും എല്ലാവരും ചെയ്ത് നോക്കൂ. അപ്പോൾ ഞാനിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ടും ക്യാരറ്റും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുവാണ്. ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്കൊന്ന് കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ കറിവേപ്പില തണ്ടോട് കൂടിയാണ് ഇടുന്നത്. തണ്ടും കൂടെ മുറിച്ചിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ തണ്ടും കളയേണ്ട ആവശ്യമില്ല, നമുക്ക് അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. വളരെ കുറച്ച് മതിയാവും. അപ്പോൾ ഇതൊന്ന് അടുക്കി പിടിക്കാതിരിക്കാനാണ്, ചിലപ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വെള്ളമൊന്ന് ആവിയിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു പ്രാവശ്യം ഞാനിതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കിയിട്ട് പിന്നെയും ചേർക്കാവുന്നതാണ്. വേണമെങ്കിൽ പിന്നെയും ചേർക്കാം. ഒന്നും കൂടെ ഞാനൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുവാണ്. ഒരുപാടൊന്ന് വെന്ത് കുഴഞ്ഞു പോകുമൊന്നും വേണ്ട. ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ടും ക്യാരറ്റും വെച്ചിട്ടുള്ള ഒരു അടിപൊളി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.